നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിൽ പതിവ് പോലെ സീറ്റിന് വേണ്ടിയുള്ള തമ്മിലടി കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഡൽഹിയിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് പല എം പിമാരും ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ് ഹൈക്കമാൻഡിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞു കേട്ട പേരുകൾ കെ സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെതുമാണ് ആയിരുന്നു. കെ സുധാകരൻ 2 ദിവസം മുമ്പ് കണ്ണൂരിൽ പറഞ്ഞത് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ്. 110% താൻ വിജയിക്കുമെന്നും സുധാകരൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ KPCC അധ്യക്ഷൻ ഇത്തരത്തിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി എന്നുള്ള രീതി നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ആരും സീറ്റ് സ്വയം പ്രഖ്യാപിക്കേണ്ട, പാർട്ടിയാണ് കാര്യം തീരുമാനമെടുക്കേണ്ടതെന്നും സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. ഒരു കാലത്ത് കെ സുധാകരൻ്റെ വളരെ വിശ്വസ്തനായ അനുയായിയായിരുന്ന സണ്ണി ജോസഫിൻ്റെ ഈ ഒരു നിലപാടിനെതിരെ സുധാകരൻ്റെ അനുകൂലികൾ ഇന്നലെ ഇന്ദിരാഭവനിലേക്ക് KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ വരെ തീരുമാനിച്ചിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഏതായാലും കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അത് മാറ്റിവെച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് KC വേണുഗോപാലിനോ അല്ലെങ്കിൽ അടൂർ പ്രകാശിനോ കെ സുധാകരനോ സീറ്റ് നൽകുകയാണെങ്കിൽ തങ്ങൾക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില എം പിമാർ രംഗത്തെത്തിയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. ഷാഫി പറമ്പിലുണ്ട്, അതുപോലെ കൊടിക്കുന്നിൽ സുരേഷുണ്ട്. ഇങ്ങനെ പലരും സംസ്ഥാനത്തേക്ക് MK രാഘവനും മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി കോൺഗ്രസ്സിന് സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 5 MP നിലവിൽ ഇവിടെ മത്സരിക്കുകയും ഈ 5 പേരും വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ സീറ്റുകളിലേക്കെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിലെ അക്കാലത്തുണ്ടാകാൻ പോകുന്ന തമ്മിലടി എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുകയില്ല. ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾക്ക് പലർക്കും കേരളത്തിൽ മന്ത്രിയാവാനുള്ള ഒരു മോഹം കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇവിടെ തന്നെ നിയമസഭയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതെന്നാണ് പലരും കരുതുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഇക്കുറി അവർക്ക് വിജയിച്ച് കയറാനുള്ള എല്ലാ അവസരം ഉണ്ടായിട്ടും പഠിക്കൽ കൊണ്ട് കാലമടയ്ക്കുന്ന പരിപാടിയാണോ ഈ നേതാക്കന്മാരെല്ലാം കൂടെ ചെയ്യുന്നത് എന്നാണ് പാർട്ടി അണികൾ സ്വാഭാവികമായും സംശയിക്കുന്നത്. പിണറായി ഭരണത്തെ തൂത്തെറിയണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ കേരളത്തിലെ വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ അതിനോട് യോജിക്കുന്നില്ലയോ എന്ന് സ്വാഭാവികമായും സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം ഇക്കുറി കൂടെ ഭരണം കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിയുടെ അവസ്ഥ അതിദയനീയമാകും. മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കാളും സംഘടനാ ചട്ടക്കൂടൊക്കെ ശക്തമായിട്ടുള്ള കോൺഗ്രസ്സിന് കേരളത്തിൽ പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് ഒരു മണ്ഡലത്തിൽ പോലും ജയിക്കാൻ കഴിയുകയില്ല എന്നുള്ള സത്യം അവർക്ക് നന്നായിട്ട് അറിയാം. മുസ്ലിം ലീഗ് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാന ഒരു ബലമായി കൂടെയുള്ളത്. കേരള കോൺഗ്രസ് ഇപ്പോൾ മാണി വിഭാഗം വേർവിട്ട് പോയതിനെ തുടർന്നുള്ള ജോസഫിൻ്റെ കൂടെയുള്ള കേരള കോൺഗ്രസ്, അതിനെ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മാണി ഗ്രൂപ്പിനെ പോലെ അത്രയും ശക്തമായ വേരുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലീഗിൻ്റെ തോളിലേറി മാത്രമേ ഭരണത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്ന് അവർക്കറിയാം. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നടക്കുന്ന ഈ ഒരു ചക്കളത്തി പോരാട്ടത്തിൽ ലീഗ് കടുത്ത അതൃപ്തിയിലാണെന്നാണ് പറയപ്പെടുന്നത്. ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു MP സീറ്റ് കൊടുക്കേണ്ടി വന്നാൽ മറ്റെല്ലാ MP തങ്ങൾക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയാൽ അത് ജനങ്ങൾക്കിടയിൽ ഒരുപാട് അപമതിപ്പുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവർ പലരും നിയമസഭ അംഗമായിരിക്കുമ്പോൾ ലോക്സഭാ അംഗമാവുന്നു, ലോക്സഭയിലെത്തി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. ഇതൊക്കെ തന്നെ ജനങ്ങളുടെ പണമെടുത്ത് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇവരിതെല്ലാം നടത്തുന്നത് എന്നുള്ള ജനങ്ങൾക്കിടയിലുള്ള ഒരു വലിയ പരാതി വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് ഇവരുടെ വിജയസാധ്യതയെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും കോൺഗ്രസിനെ ഇക്കുറി വലിയ തോതിലുള്ള തിരിച്ചടി അത് ഉണ്ടാക്കുമെന്നാണ് പലരും കരുതുന്നത്. പിന്നെ കെ സുധാകരനെ സംബന്ധിച്ച് പറയുമ്പോൾ കെ സുധാകരൻ അതിശക്തനായ നേതാവാണ്. മലബാർ മേഖലയിൽ നിന്ന് മാത്രമല്ല എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിന് ശക്തമായ അനുയായി വൃന്ദമുള്ള ഒരാൾ കൂടിയാണ്. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ വിജയം എന്ന് പറയുന്നത് തന്നെ സുധാകരൻ്റെ കൂടി പ്രവർത്തന മികവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കെ സുധാകരൻ സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ സുധാകരന് സീറ്റ് നൽകിയാൽ മറ്റുള്ള പലർക്കും സീറ്റ് നൽകാൻ പാർട്ടി നിർബന്ധിതരാവുകയും ചെയ്യും. അടൂർ പ്രകാശും ഇത് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കോന്നി മണ്ഡലത്തിൽ മത്സരിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ അടൂർ അസംബ്ലി സീറ്റും സംവരണ മണ്ഡലമാണ്. കൊടിക്കുന്നിൽ സുരേഷിന് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടുമെന്ന് ഉറപ്പായി വരുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ അവിടെ ഇത്തരത്തിൽ തമ്മിലടി ഉണ്ടാകുന്നതും ഒടുവിൽ ഭരണം CPM കൊണ്ടുപോകുന്നതും നേരത്തെയും പല വട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലും അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധി കോൺഗ്രസിന് കേരളത്തിലുണ്ട്. പക്ഷേ ഇതിനെ നേരിടാൻ പഴയ ഹൈക്കമാൻഡ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നുള്ളത് കൊണ്ട് തന്നെ താരതമ്യേന ദുർബലമായ ഹൈക്കമാൻഡിന് കാര്യങ്ങൾ കൃത്യമായി ഇടപെടാൻ കഴിയുമോ എന്നുള്ള സംശയവും എല്ലാവർക്കും ഉണ്ട്. കേരളത്തിലെ പല പ്രാദേശിക നേതാക്കൾ പോലും ഇപ്പോൾ സ്ഥാനാർത്ഥി മോഹവുമായി ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. പല വലിയ നേതാക്കളുടെയും
പെട്ടിയെടുത്ത് ശീലമുള്ള ആളുകൾ പോലും ഇപ്പോൾ അവിടെ എത്തി തങ്ങൾക്കും സീറ്റ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി നേതാക്കൾ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഹൈക്കമാൻഡിനെ ശരിക്കും സമ്മർദ്ദത്തിൽ ആക്കിയിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് പരിഹാരം കണ്ടുപിടിക്കുക എന്ന് അറിയാൻ പാടില്ലാതെ നട്ടം തിരിയുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ്.